ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ അനിയോട് കാര്യങ്ങളെല്ലാം പറയാണ്. എന്നിട്ട് ശ്വേത ആര് നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, പണ്ട് ഇവർ കോളേജിൽ ഒരുമിച്ചായിരുന്നു. അന്ന് ശ്വേതയ്ക്ക് ആദ്യേട്ടനെ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ എന്തോ അത് പിന്നെ അതിന് പിന്നിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിൻ്റെ ആദ്യേട്ടൻ്റെ കാര്യം അതൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷേ ഈ ഒരു പെൺകുട്ടീനെ ഞാൻ ആദ്യേട്ടൻ്റെ കൂട്ടത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആദ്യേട്ടൻ്റെ പുറകെ നടന്നതാണെന്നൊക്കെ ആദ്യേട്ടൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ശേഷമാണെങ്കിൽ നമ്മുടെ നയനയുടെ ഇത് പ്രകാരം എന്നാൽ ആദിയും അതുപോലെ തന്നെ ആ ശ്വേതയും തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അനിയാണെങ്കിൽ ഫോൺ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ആദി പുറത്തേക്ക് പോയ സമയം നോക്കി നമ്മുടെ ആദിയുടെ ഫോൺ ഇങ്ങനെ എടുത്ത് അനി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ശ്വേതയ്ക്ക് അയച്ച മെസ്സേജുകളും കോളും എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഏട്ടത്തി മെസ്സേജുകളൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എവിടെയൊക്കെയോ ഒരു സ്നേഹത്തിലുള്ളൊരു മെസ്സേജുകളൊക്കെയാണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. പക്ഷേ നയനയ്ക്ക് അതൊന്നും അങ്ങ് വിശ്വാസമാകുന്നില്ല. അങ്ങനെ നയനയാണെങ്കിൽ ഒരിക്കൽ നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഒരു ചെറിയ പ്രശ്നം, അതാണ് എനിക്കും വല്ലായക. എന്താ പറ്റിയ ആ കുട്ടിക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടല്ല, അവളുടെ ഹസ്ബൻഡിനെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ, പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അവൾക്കൊരു സംശയമുണ്ട്, അതാ മുത്തശ്ശി എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് കാര്യവും നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടും കണ്ണുകൊണ്ട് വിശ്വസിച്ചിട്ട് മാത്രമേ നമ്മളത് വിശ്വസിക്കാവുള്ളൂ. അല്ലാതെ സംശയം വെച്ചും ഊഹം വെച്ചും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടരുത്, അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ ഒരു വാചകങ്ങൾ നമ്മുടെ നയനയ്ക്കും അതുപോലെ തന്നെ ഇങ്ങനെ നയനയും അത് സ്വീകരിക്കാൻ. എന്നിട്ട് നയന പറയുന്നത്, ശരിയാണ് മുത്തശ്ശി പറഞ്ഞത്, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ വേവലാതിപ്പെടുകയും അതുപോലെ തന്നെ ഈ ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം അനിയോട് ചെന്നിട്ട് പിന്നെയും നമ്മുടെ നയനയുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും അനി പറയുന്നുണ്ട്, ഏട്ടത്തി ഞാനെന്നാലും ഒരു കാര്യം പറയട്ടെ, അതുപോലെ ചെയ്യ് എന്നിങ്ങനെ പറയണം. എന്താടാന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, എന്നാലും ഏട്ടൻ്റെ കൂട്ടത്തിൽ ഓഫീസിൽ പോകും. അപ്പം ഏട്ടത്തിക്ക് അറിയാൻ പറ്റുമല്ലോ ഏട്ടൻ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഏട്ടനെ കാണാൻ ആരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ സകല ബയോഡേറ്റകളും ഏട്ടത്തിക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതല്ലേ നല്ലത്. കുറച്ച് ദിവസം ഏട്ടനെ ഫോളോ ചെയ്ത് നിന്നാൽ കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ ഏട്ടത്തിക്ക് മനസ്സിലാകാൻ സാധിക്കും. പിന്നെ ഏട്ടത്തിയുടെ മനസ്സിലെ വിഷമവും ടെൻഷനും പ്രയാസവും ഒക്കെ അങ്ങ് മാറത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനിപ്പോൾ എന്ത് പേരും പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോകുന്നത്, അത് പിന്നെ ഇവിടെ എന്തൊക്കെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ സമയത്ത് എനിക്ക് ഓഫീസിലേക്കൊക്കെ പോകാൻ പറ്റുമോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി. ഇപ്പോൾ ഏട്ടത്തിക്കല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടത്. പിന്നെ അച്ഛനും മുത്തശ്ശനും പിന്നെ ചെറിയച്ഛനും വലിയച്ഛനും ഒക്കെ എത്ര നാളുകൊണ്ട് പറയാണ് ഏട്ടത്തിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ ഏട്ടത്തിയുടെ ഡിസൈൻസൊക്കെ അവിടെ ഒരുപാട് ആവശ്യമുണ്ട് എന്നൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഏട്ടത്തിയല്ലേ പോകാത്തത്. ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ, ഈ പേരും പറഞ്ഞിട്ട് ഏട്ടത്തി അങ്ങ് പോകും. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് ഏട്ടത്തിക്ക് പിന്നെ അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ തിരിച്ച് വന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവസാനം നയനും മുത്തശ്ശനോട് ചെന്നിട്ട്, എനിക്ക് ഓഫീസിലൊക്കെ പോകാൻ തോന്നുന്നു, അവിടെ ഞാൻ വർക്ക് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ വളരെ സന്തോഷത്തോടെ അനുഗ്രഹിച്ചൊക്കെ നമ്മുടെ നയനെ വിടുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോള് പോയിട്ട് വാ, എന്തായാലും നീ തന്ന ഡിസൈൻസാണ് നമ്മുടെ കമ്പനിക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കിയത്. ഇനി നീ അവിടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ കമ്പനിക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കുകയുള്ളൂ. എൻ്റെ പൊന്നുമോള് പോയിട്ട് വാ, എല്ലാവിധ ആശംസകളും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വളരെ സന്തോഷത്തോടെ മുത്തശ്ശിയൊക്കെ പറഞ്ഞയക്കാൻ കേട്ടോ നമ്മുടെ നയനേനെ. അങ്ങനെ നയന പിന്നീടാണെങ്കിൽ ഓഫീസിൽ ഡിസൈനറിൻ്റെ പോസ്റ്റിലേക്ക് വരികയാണ്. ഈ സമയത്തായിരിക്കും ആദിക്ക് അതൊട്ടും തന്നെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നയന കയറി വരുന്നത് ആദിക്ക് ഒട്ടും തന്നെ അങ്ങ് ഇതാകാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നീട് ഒരു ഡിസൈന് നമ്മുടെ കമ്പനിയിലുള്ള സ്റ്റാഫുകൾ അത് അപ്രൂവ് ചെയ്ത് ഇങ്ങനെ അയക്കുമ്പോഴത്തേക്കിനും അത് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ആദ്യം വന്നിട്ട് മെയിൽ വരുമ്പോൾ ആദ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഡിസൈൻ എന്തിനാണ് അയച്ചത്, ഈ ഡിസൈൻ എന്നെ ഞാൻ സൈൻ ചെയ്യുമൊന്നും ചെയ്തില്ലല്ലോ, എന്നോട് ചോദിക്കാതെ എന്തിനാ അയച്ചതെന്ന് പറയുമ്പോൾ, അല്ല നയന മേഡം പറഞ്ഞിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ നയന ഓഫീസിലേക്ക് വരുന്നത് അറിഞ്ഞു കുറേ വലിയൊരു പ്രോഗ്രാം തന്നെ അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. നയനയ്ക്ക് വമ്പൻ സ്വീകരണമൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അതൊക്കെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ സ്വീകരണവും ഇത്രയും വലിയ പരിപാടിയുടെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു, ആരും ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്, ഈ ചിലവാക്കുന്നതൊക്കെ ആരോട് ചോദിച്ചിട്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാഫുകൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ഞങ്ങൾ സ്വന്തം ക്യാഷാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ചിലവാക്കിയത്. അതുമല്ല സാറും പിന്നെ മൂർത്തി സാറും സാറിൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞിരുന്നു നയന മേഡത്തിന് നല്ല സ്വീകരണം തന്നെ നൽകണമെന്ന്, അതാന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ
ആദിയുടെ മനസ്സിലുണ്ടായിരിക്കുമ്പോഴാണ് ഈ ഡിസൈൻ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. അങ്ങനെ നയന സൈൻ ചെയ്ത് ഡിസൈൻ അപ്രൂവ് ചെയ്തതാണെന്ന് പറയുമ്പോൾ ഞാനാണ് ഈ കമ്പനിയുടെ MD, എന്നോട് ചോദിച്ചിട്ട് വേണ്ടായിരുന്നു നിങ്ങളിതൊക്കെ അയക്കാനെന്ന് ആദ്യം അവരോട് ചോദിക്കുകയാണ്. അത് പിന്നെ സർ നയന മേഡം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നയനയും ആദ്യം അവിടെ നിന്ന് ഒരു വാക്ക് തർക്കമൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ശ്വേത ആദിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് വേഗം വാ, ഒരു അർജൻറ്റ് കാര്യമാണ്, പെട്ടെന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ആദ്യം പെട്ടെന്ന് ആരോടും ഒന്നും പറയാതെ തന്നെ ഓഫീസിലേക്ക് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് നയന ഇതെന്താ ആരോടും പറയാതെ പെട്ടെന്ന് പോകുന്നത്, അതുമല്ലേ ഓഫീസിൽ ഇത്രയും വർക്കുകളും കാര്യങ്ങളും കിടക്കുമ്പോൾ ഇത് എവിടെ പോയതായിരിക്കും ആദിയേട്ടൻ, എന്നിട്ട് എന്തെങ്കിലും മീറ്റിങ്ങോ പുറത്ത് എന്തെങ്കിലും ക്ലയൻസ് വരുമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ശേഷം നയനയാണെങ്കിൽ ആദിയുടെ പുറകെ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദിയുടെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യം ചെല്ലുന്നത് ശ്വേതയുടെ വീട്ടിലായിരിക്കും. അവിടെ ശ്വേതയുടെ പഴയ ഹസ്ബൻഡ് വന്നിട്ട് നല്ല വഴക്കും അതുപോലെ തന്നെ ശ്വേതേനെ ചീത്ത പറയുകയൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും ആദ്യം അവിടെ ചെല്ലുന്നത്. അങ്ങനെ ആദ്യം പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇപ്പം നീയാണല്ലോ ഇവളുടെ സംരക്ഷകനല്ലേ, അപ്പോൾ ഇവൻ്റെ കൂടത്തിൽ പൊറുക്കാനായിരിക്കും നീ എന്നെ വിട്ടിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടും വൃത്തികേടൊക്കെ ആയിട്ട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന ആദ്യം നല്ല ചൂടാകുകയും അയാളെ തല്ലാനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാളെ തല്ലി പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശ്വേത വന്നിട്ട് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് വന്ന് ആദ്യം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും നമ്മുടെ നയന. അങ്ങനെ ആകെ മനസ്സ് വേദനിച്ചായിരിക്കും തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ഇവന് പറയുന്നുണ്ട്, ഇനി ഞാൻ ഓഫീസിലേക്കില്ല, ഞാൻ അറിയേണ്ടതും കാണേണ്ടതും എല്ലാം ഞാൻ അറിഞ്ഞു കണ്ടു, ഇനി എനിക്കിനി മതിയായി, എനിക്കിപ്പോൾ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അനിയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്ന നയനനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾസിന് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. Thank you very much.